ഇത് പൂർണ്ണമായിട്ടും ഇൻഡസ്ട്രിയൽ വർക്ക് പ്ലസ് വുഡ് തേക്ക് വുഡ് ആട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. കോൺക്രീറ്റ് ആണ്. എങ്ങനെയാണ് അല്ല, ഇതൊക്കെ സ്ട്രക്ചർ തന്നെയാണ്. സ്ട്രക്ചർ ഫ്രെയിം ചെയ്താണ്, അതായത് മെറ്റൽ ഫ്രെയിമിലാണ് ഇത് നിൽക്കുന്നത്. ഇപ്പൊ ഒരു സ്റ്റെപ്പ് ചെയ്യണമെങ്കിൽ തേക്കാവുമ്പോ ഏകദേശം എത്ര കോസ്റ്റ് കാണണം? 3500 മേലക്കാണ്. വീടിന്റെ സ്റ്റൈൽ ഒരു കെർവ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. അപ്പൊ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ വരുന്ന ഭാഗത്ത് അവസാനിക്കുന്നു, ഇവിടെ ടൈല് കൊണ്ടുള്ള ഒരു കൗണ്ടർ കൊടുക്കുന്നു, വാഷ് ബേസിന് ഒരു മിറർ ഇതിൽ തന്നെ സെറ്റ് ചെയ്തു അല്ലെ. നമുക്ക് 1.5 ലക്ഷത്തോളം രൂപ മിനിമം കാണണം. വുഡ് ഉണ്ടെങ്കിൽ അത്രയും കാണുന്ന ആവശ്യമില്ല, അത്രയും ആവശ്യമില്ല. വുഡ് ഒരു കയ്യിലുണ്ടെങ്കിൽ 1 ലക്ഷം റുപ്യന്റെ താണ്ടി തന്നെ ഈ സ്റ്റെയർ ചെയ്യാൻ പറ്റും. ഓരോ കയ്യിൽ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ലോ റേറ്റിലും ചെയ്യാൻ പറ്റും, അത്യാവശ്യം നല്ല ഹൈ റേറ്റിലും ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിനകത്ത് തൂങ്ങിയിട്ടൊന്നും ചെക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല അല്ലെ. മേലെന്ന് വന്ന് കെർവായി അവിടെ പോകുന്നു, അതിനുശേഷം വീണ്ടും താഴേക്ക് കെർവായി അങ്ങനെ പോകുന്നു. അതാണ് അതിന്റെ ഒരു ലൈൻ അല്ലേ. ഹായ് ഫ്രണ്ട്സ്, വീടാകുമ്പോൾ അടിപൊളിയായിട്ടുള്ള സ്റ്റെയർ വേണമല്ലോ. സ്റ്റെയർ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഭംഗി എടുത്ത് കാണിക്കുന്ന രീതിയിലുമാവണം. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റെയർ ആണ്. ഇതുപോലെയുള്ള ഒരു ഏരിയക്ക് ഏറ്റവും ആപ്റ്റ് ആകുന്ന രീതിയിൽ തൈക്കാടൻ സ്റ്റീൽസ് ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള സ്റ്റെയർ. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റെയറുകൾ നമ്മൾ പരിചയപ്പെടുത്തണ്ടേ. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലുക്കൽ. നമ്മളെ കൂടെ റഫീഖ് ഭായ് അല്ലേ. റഫീഖ് ഭായ് ഹായ്. ഒരുപാട് ആൾക്കാർക്ക് വീടുണ്ട്, അടിപൊളി വീടുകളൊക്കെ ഉണ്ട്, പക്ഷെ അവർ വീട്ടിനകത്ത് ആ സ്റ്റെയർ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാവാറില്ല. പക്ഷെ നമ്മൾ റഫീഖ് ഭായ് ചെയ്ത ഒരുപാട് സ്റ്റെയറുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ വീടിന്റെ സ്റ്റൈൽ എന്താണോ അതിന് വേണ്ടത് ചെയ്തു കൊടുക്കും അല്ലെ. അതാണ് തൈക്കാടൻ സ്റ്റീൽസ്. ഓക്കെ, അത് പറയാൻ കാരണം ഇതൊക്കെ കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് അനുസരിച്ച് അല്ലേ വീടിന്റെ സ്റ്റൈൽ ഒരു കെർവ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. അപ്പൊ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും ഇൻഡസ്ട്രിയൽ വർക്ക് പ്ലസ് വുഡ് തേക്ക് വുഡ് ആട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. തേക്ക് വുഡ് ആണ് വന്നിരിക്കുന്നത്, എല്ലാ സ്റ്റെപ്പുകളിലും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു ഐഡിയ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആദ്യം ഒന്ന് കണ്ടാലോ. ഫസ്റ്റ് സ്റ്റെപ്പ് തേക്ക് വുഡിൽ ഇങ്ങനെ വന്നു അല്ലേ. ഓക്കെ, ഇത് തേക്ക് വുഡ്, അതിന്റെ താഴെ കോൺക്രീറ്റ് ആണ്. എങ്ങനെയാണത്? അല്ല, ഇതൊക്കെ സ്ട്രക്ചർ ഫ്രെയിം ചെയ്താണ്, അതായത് മെറ്റൽ ഫ്രെയിമിലാണ് ഇത് നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ കയറി അതില് പലക കെർവായിട്ട് എടുത്തു. സെക്കൻഡ് സ്റ്റെപ്പ് ചെറുതാണ്, വീണ്ടും വലുത് അല്ലേ. പക്ഷെ ഈ സ്റ്റെപ്പിലാണ് ഹൈലൈറ്റ്. അവിടെ ഇരിക്കാം, ഞാൻ ഇരുന്ന് കാണിച്ചു. അവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ. അതിൽ തന്നെ ഈ ഒരു വാഷ് ബേസിന് വന്നു, അതുപോലെ ഈ ഒരു ഫ്രെയിം വന്നു. ഈ ഫ്രെയിം ഒക്കെ ഈ വാഷ് ബേസിൻ കണ്ടിട്ട് എല്ലാം സെറ്റ് ചെയ്താണ്. ഇത് സെപ്പറേറ്റ്, ഇത് സെപ്പറേറ്റ് എലമെന്റ് ആണ്. ഓക്കെ, ഇത് സ്റ്റോൺ അല്ല ടൈലാണ് കേട്ടോ. അതായത് ഈ വരുന്ന ഭാഗത്ത് അവസാനിക്കുന്നു, ഇവിടെ ടൈല് കൊണ്ടുള്ള ഒരു കൗണ്ടർ കൊടുക്കുന്നു, വാഷ് ബേസിന് ഒരു മിറർ ഇതിൽ തന്നെ സെറ്റ് ചെയ്തു അല്ലെ. ഇതിനകത്ത് ലൈറ്റ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു സ്ട്രക്ചർ. ഇതൊക്കെ എന്തൊരു മെറ്റീരിയലാണ്? സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ ആണ്. ഇത് ടാറ്റ സ്റ്റീലാണ്, ഇത് പോളിഷ് റാഡാണ്. പോളിഷ് റാഡ് തന്നെയാണ്. ഓക്കെ, അത് ഇതിലേക്ക് റാഡാണ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ റാഡ് ഇങ്ങനെ പോയിട്ട് അവിടെ ബെൻഡായിട്ട് ഇങ്ങനെ പോകുന്നു. ഇത് ഭയങ്കരമായിട്ടുള്ള ഡിസൈൻ ആണ്. ഈ ഡിസൈൻ ഇത് എഞ്ചിനീയർ ഡിസൈൻ സ്കെച്ച് ചെയ്ത് തന്നിട്ട് അസീബ് പെരിന്തൽമണ്ണ അവരുടെ ഓഫീസ് ഉള്ളത്. അവരുടെ ഒരു പ്രൊജക്റ്റ് ആണ് ഇത്. ടീ ഗാർഡൻ അവരുടെ ഓഫീസിന്റെ കമ്പനിന്റെ പേര്. ഓക്കെ, അപ്പൊ അതിലുള്ള ഒരു സ്റ്റെയർ ആണ് നമ്മളെ ഈ വീട്ടിലല്ലേ. അത്യാവശ്യം വലിയൊരു സൗകര്യമുള്ള വീടാണ്. അപ്പൊ അതിന്റെ ഡിസൈൻ ഒക്കെ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ്. ടോട്ടലി ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ്. ഒരു സാധാരണ വീടിന്റെ ഒരു ഐഡിയ ഡിഫറെന്റ് ആണ് കേട്ടോ. ഇവിടെ UPVC വിൻഡോ വരുന്നത്, പുറത്തു നിന്നുള്ള വെന്റിലേഷൻ കിട്ടണമെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ആ രീതിയിലാണ്. നമുക്ക് ഇതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മളെ വ്യൂവേഴ്സിന് ഒന്ന് പറഞ്ഞു കൊടുക്കാം. കാരണം തേക്കൂട്ടിൽ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറി വരുന്നു, അത് കെർവായിട്ട് ഇങ്ങനെ പോകുന്നു, അത് മേലേക്ക് ഇങ്ങനെ വരുന്നു, പിന്നെ അതിൽ ഹാൻഡ് റെയിൽ കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പൊ ഈ സൈഡിൽ വരുമ്പോൾ സൈഡിൽ വുഡൻ പീസ് കാണുന്നുണ്ട്, പക്ഷെ മെറ്റൽ ഫ്രെയിം. ഇത് മെറ്റൽ ഫ്രെയിം ആണ്, മെറ്റൽ ഫ്രെയിം ആണ്. ഓക്കെ, സി ആംഗ്ലർ ആണ് ഉപയോഗിച്ചത്. അതിലേക്ക് വുഡ് ഇറക്കി വെച്ചതാണ്. അപ്പൊ ഇവിടെ വരുന്ന പാർട്ടീഷൻ ആണെങ്കിലോ ഇത് തേക്ക് വുഡാണ്. ഇതിവിടെ പ്ലേറ്റ്, ഇത് പട്ട വെച്ചിട്ടുണ്ട്. പട്ട വെച്ചിട്ട് മേലെ അല്ലെ, അത് താഴേക്ക് അതിന്റെ സെന്ററിലൂടെ ഇറങ്ങുന്നുണ്ട്. അതാവുമ്പോ ബലം കിട്ടും കേട്ടോ. എങ്ങനെ ഏത് എവിടെ കൊടുക്കണം ഓരോ ഇത് വെച്ചിട്ടുള്ള ഇതിന്റെ സ്ട്രോങ്ങും പക്ഷെ കാണാൻ ലുക്കും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത് അല്ലെ. ഇപ്പൊ ഇതേ സംഭവം നല്ല തിക്നെസ്സിൽ ഇതോടെ കൊടുത്താല് സംഭവം നടക്കും, പക്ഷെ ആ ഭംഗി ഉണ്ടാവില്ല. ഇതിന്റെ ഈ സൈഡിൽ നമുക്ക് ഈ റാഡുകൾ ഇങ്ങനെ കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും എന്തിനാ ഇത്രയും ഹാൻഡ് റെയിലുകൾ, ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്ന്. 1 2 കൊടുത്താൽ ഒരു സ്റ്റെപ്പിന്. പക്ഷെ ഇതിന്
മൊത്തം റാഡുകളാണ് വരുന്നത് അല്ലേ? അതാണ് ഇതിന്റെ മൊത്തം പിടുത്തം വരുന്ന ഈ റാഡിലാണ്. ഇതിനാണ് ബലം വരുന്നത് അല്ലേ? ചിലർക്കെങ്കിലും ഷെയ്ക്ക് ചെയ്യോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ ഇത് വരുമ്പോ ചെറിയ ഷെയ്ക്ക് ഇതുണ്ടാവും, എന്നാലും ഒരു പറയത്തക്ക സ്ട്രോങ് ആണ്. പ്ലേറ്റ് ആയതുകൊണ്ടുള്ള ഒരു ചെറിയ ഇതുണ്ട്. എന്നാലും ഇതിന്റെ ഡിസൈനും കൂടിയാണ് അല്ലേ? മെയിൻ ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഈ സൈഡിൽ വുഡ് വരുമ്പോൾ ഇവിടെ മെറ്റൽ ആയിട്ടാണ് കാണുക. നമ്മൾ ഇങ്ങോട്ട് വന്നതാണെങ്കിൽ ഇപ്പൊ കൂടുതൽ ആളുകൾ കൂടുതൽ വീടുകളും കണ്ടുവരുന്നത് ഇതുപോലുള്ള ഹാൻഡ് റെയിലാണ്. തേക്ക് വുഡും ഗ്ലാസും. ഇത് ചെയ്യുന്നില്ല എപ്പോഴും? ചെയ്യുന്നുണ്ട്. ആൾക്കാർ ഒരുപാട് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. കാരണം ഏറ്റവും കൂടുതൽ വീടുകളിലേക്ക് ആപ്റ്റ് ആവുന്നത് ഇതുപോലുള്ള ഹാൻഡ് റെയിലുകളാണ്. നമുക്ക് താഴെ ഇറങ്ങിയിട്ടേ ഇതിന്റെ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയണം. ഇപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന തേക്ക് വുഡ് ആണ്. ആ തേക്ക് വുഡില് പോളിഷ് ഉണ്ടെങ്കിലും ഇതിന് സ്ട്രോങ്ങറും ഉണ്ടാവില്ല കേട്ടോ. കാരണം മൊത്തത്തില് ഇതിന്റെ പിടുത്തം ടോട്ടൽ കൂട്ടിപ്പിടുത്തുണ്ട് അല്ലേ സ്ട്രക്ചറിന്. ഓക്കെ, ഇതിപ്പോ ഇങ്ങനെ കർവ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാല് ഇത് ഏത് രീതിയിൽ ഞങ്ങൾ ഇതിനെ കർവ് ചെയ്തെടുക്കുന്നത്? ഈ ഒരു എലമെന്റിനെ എന്താണ് ഇതിന്റെ ഒരു ഷീറ്റ് ബെൻഡ് ചെയ്തെടുത്ത് ഇങ്ങനെ ടൈപ്പ് അതേമാതിരി ഇവിടെയും. എത്ര തിക്നെസ് ഉള്ള ഷീറ്റ്? അത് 8 mm പ്ലേറ്റ്. 8 mm പ്ലേറ്റിനാണ് ബെൻഡ് ചെയ്തെടുത്ത് ഇവിടെ മുട്ടിക്കുണ്ട്. അതേപോലെ ഇങ്ങനെ ബെൻഡ് ചെയ്തെടുത്ത് ഇവിടെ നേരെ ഓപ്പോസിറ്റും ബെൻഡ് ചെയ്തെടുത്ത് അവലെ നേരെ പോയിട്ട് മേലെ പോർഷൻ തന്നെ അവിടെയും കൊടുത്തു. ഓക്കെ, അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ ആട്ടോ അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒക്കെ ബെൻഡിങ് ഏതാ കർവ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതിൽ വന്ന വുഡ് വരെ കറക്റ്റ് കട്ട് ചെയ്ത് കൊടുത്തു അല്ലേ? ആ രീതിയിൽ ഇങ്ങനെ. ഓക്കെ, ഇതിന്റെ ഫുൾ സ്റ്റൈൽ അതൊന്ന് കാണിച്ചു കൊടുത്തേ നമ്മളെ വ്യൂവേഴ്സിന്. അതായത് മേലെന്ന് വന്ന് കർവായി അവിടെ പോകുന്നു, അതിനുശേഷം വീണ്ടും താഴേക്ക് കർവായി അങ്ങനെ പോകുന്നു. അതാണ് അതിൻ്റെ ഒരു ലൈൻ അല്ലേ? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റെയർ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, വീട് പണിയുമ്പോൾ അതിന് സ്റ്റെയറുകൾ ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റെയർ സാധാരണ പ്ലാനിൽ സാധാരണ ഒരു സ്റ്റെയർ ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റെയർ ഡ്രോയിങ്ങിൽ വരക്കുമ്പോൾ മേലെന്ന് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ കള്ളികളുണ്ടാവും, സ്ക്വയറാണ്. പക്ഷെ അത് റിയാലിറ്റിയിൽ വരുമ്പോൾ എങ്ങനെ വേണം എന്നാണ് റഫീഖ് ഭായ് ഇവിടെ ചെയ്തിട്ടുള്ളത്. റഫീഖ് ഭായ് ഇതുപോലുള്ള ഒരുപാട് വർക്കുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത് സ്റ്റീലിൽ ചെയ്യുകയാണെങ്കിൽ ഇതിന് വലിയ കോസ്റ്റ് ആവോ? എങ്ങനെയാണ് കോസ്റ്റ് വരുന്നുണ്ട്? അത്യാവശ്യം കോസ്റ്റ് വരുന്നുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന റാഡുകളാണ്, അതുപോലെ തിക്നെസ് ഉള്ള ഷീറ്റും ആണ് അല്ലേ? പിന്നെ നമ്മുടെ തേക്ക് വുഡ് അതേപോലെ ഇതിന്റെ ഉള്ളിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. മൊത്തം എത്ര ഏകദേശം കോസ്റ്റ് വന്നത്? ഇതിൽ ഏകദേശം 3.5 ലക്ഷമാണ് ഈ വുഡൊക്കെ അടക്കം. ഈ വുഡും ഇതിന്റെ മൊത്തം കംപ്ലീറ്റ് വർക്ക് അല്ലേ? കംപ്ലീറ്റ് പെയിന്റിംഗ് ഉൾപ്പെടെ പോളിഷ് ഉൾപ്പെടെയുള്ള വർക്കിന് വന്നിരിക്കുന്നത്. ഇത് കുട്ടികൾക്കുള്ള ഒരു കളിസ്ഥലം കൂടെ ആയി മാറും തോന്നുന്നില്ലേ? ഇതുപോലെയൊക്കെ ഡിസൈൻ വെറൈറ്റി ആയിട്ടുണ്ടെങ്കിൽ ഒരു കളിസ്ഥലം കൂടെ സെറ്റ് ചെയ്യാം അവർക്ക്. അതായത് വീട്ടിനകത്ത് തന്നെ അവർക്കൊരു സ്പേസ്, നമുക്ക് ഇരിക്കാം, ആളുകൾക്ക് ഇരിക്കാം, സംസാരിച്ചിരിക്കാം. ഇതുപോലെ നല്ല വലിയ സോഫകളൊക്കെ ഇരിക്കുന്ന രീതിയിലൊക്കെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാലോ. ഇതില്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഇവിടെ സെറ്റിംഗ് ആക്കാം, കണ്ടിന്യൂസ് ഉള്ള. അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ സ്പേസ് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇപ്പൊ ചിലർക്കെങ്കിലും ഇതിന്റെ ഒരു ബലത്തിനെ കുറിച്ച് ഒരു ഉദാഹരണം, നമ്മൾ കയറി നടന്നു അത്രയ്ക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് തൂങ്ങിയിട്ടൊന്നും ചെക്ക് ചെയ്യണം നിർബന്ധമൊന്നും ഇല്ല അല്ലെ? 2-3 ആൾക്കാർ സ്ട്രോങ് തന്നെയാണ് ഈ ഒരു എലമെന്റ്. എന്നാലും ഞാൻ ഇതും കൂടെ ഒന്ന് സിയാങ്കിളാണ് വരുന്നത്. സിയാങ്കിളിലെ വുഡ് ഉള്ളിലേക്ക് കയറ്റി വെച്ചതാട്ടോ അത്. അതാണ് വൺ സൈഡ് വുഡ് തോന്നുന്നത്. അപ്പൊ അതിന്റെ ഒരു ബലം ഇനി ചെക്ക് ചെയ്യണമെങ്കിൽ വേറെ വല്ല ടൂൾസ് വേണ്ടി വരും. അപ്പൊ ബലത്തിൽ തന്നെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. റഫീഖ് ഭായ്, നമ്മളെ വ്യൂവേഴ്സിന് സംശയം എന്താ വെച്ചാൽ ഇതുപോലെ സ്റ്റെയർ ചെയ്യണമെങ്കിൽ ഏതൊരു സമയത്ത് നിങ്ങളെ കോൺടാക്ട് ചെയ്യണം? ഏത് സ്റ്റേജിലാണ് വീട് പണിയുടെ? ഇതിന്റെ സ്ട്രക്ചറിന്റെ ടൈം പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞ ഉടനെ. അതെ, പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ടൈൽ വർക്ക് കഴിഞ്ഞ ശേഷമാണ് ഇനി വുഡ് പ്ലേസ് ചെയ്യുക. അപ്പൊ 2 സ്റ്റേജ് ആയിട്ടാണ് അത് ചെയ്യുക. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാതെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്തെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് ആവും. അതാണ് മെയിൻ. കാരണം ഇതിൽ വുഡ് പോളിഷ് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്യാം. പിന്നെ അതിന്റെ ഫിനിഷിംഗ് സ്റ്റേജിലാണ് പോളിഷും ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, അത് പാർട്ടിക്കാർ ചെയ്യാണ് പോളിഷ്. അത് അതിന്റെ എക്സ്പെർട്ട് ടീം പെയിന്റിങ്ങിന്റെ ആൾ പോളിഷ് തന്നെ ചെയ്യണം. അത് ചെയ്യണം. ഇനിയിപ്പോ നമ്മളെ വ്യൂവേഴ്സിന് സ്റ്റെയർ ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. സ്റ്റെയർ വുഡ് ഏത് വുഡാണ് നമുക്ക് ഉപയോഗിക്കാൻ നല്ലത്? മഹാഗണി ഉപയോഗിക്കുന്നുണ്ട്. മഹാഗണി ഉപയോഗിക്കാം. പിന്നെ ചില ആളുകൾ വീട്ടിൽ തന്നെ മരങ്ങൾ ഉണ്ടാവും, എന്ത് ഉപയോഗിക്കാം, എക്സ്പെൻസ് കുറഞ്ഞിട്ടു. അതെ, നിങ്ങളുടെ വീട്ടിൽ തന്നെ നമ്മളെ തേക്കാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ? സാധാരണ രീതിയിൽ ഒരു സ്റ്റെപ്പ് ചെയ്യണമെങ്കിൽ തേക്കാവുമ്പോ ഏകദേശം എത്ര കോസ്റ്റ് കാണണം? 3500 മേലക്കാണ്. അതിന് മഹാഗണിയിൽ ചെയ്യാൻ പറ്റുമോ?
ചെയ്യാം. വാഗ കരിവാഗ കരിവാഗ ചെയ്യുന്നുണ്ട്. 1500 പിന്നെ 1500 മുതൽ അങ്ങനെ പോകുന്നു. തെങ്ങിന്റെ ഒക്കെ നല്ല മോഡല് ചെയ്യാറുണ്ട്. ഞാൻ നിങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ ചില കരിമ്പനൊക്കെ ചില ക്ലൈന്റിന്റെ വീട്ടിൽ തന്നെ മരങ്ങളുണ്ട്. അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ചെലവ് ചുരുക്കാൻ പറ്റും അങ്ങനെ. പിന്നെ ഇതിനെ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല ടെർമേറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ്. ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. പിന്നെ ഇപ്പോഴും ഒരു സ്ക്രൂ അല്ലേ, ഇപ്പോഴും മാറ്റാലോ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതായത് ഇത് കൂടുതൽ യൂസേജ് വരുന്ന സംഭവമല്ല. റയറായിട്ട് തന്നെ മേലേക്ക് ആൾക്കാർ കയറി പോകാത്ത ഒരു കാലം വന്നിരിക്കുകയാണ് അല്ലെ. ഇനിയിപ്പോ നമുക്ക് ലിഫ്റ്റ് ഇറങ്ങാനുണ്ട് അല്ലേ. ലിഫ്റ്റ് ഇറക്കേണ്ടി വരും. അതിന്റെ പണിപ്പുരയിലാണ് അല്ലേ. ഓക്കെ, ലിഫ്റ്റ് വേണ്ടി വരും. അപ്പോൾ ഈ കാണുന്ന സ്റ്റെയർ ഇതാ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. സാധാരണ രീതി വീടുകളിൽ സ്റ്റെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു ബഡ്ജറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 ലക്ഷത്തോളം രൂപ മിനിമം കാണണം. വുഡ് ഉണ്ടെങ്കിൽ അത്രയും കാണുന്ന ആവശ്യമില്ല. അത്രയും ആവശ്യമില്ല. സാധാരണ രീതിയിൽ ഒരാളെ വീട്ടിൽ നമ്മളെ വ്യൂവേഴ്സിന് വീട്ടിൽ ഇതുപോലെ സ്റ്റെയറിന് എത്ര രൂപ മുതൽ ഇതുപോലെ മെറ്റൽ സ്റ്റെയർ ചെയ്യാൻ പറ്റും? ഇത് സ്ട്രെച്ചറിന് മാത്രം 210, 2, 220 ഓരോ ഏരിയക്ക് അനുസരിച്ചാണ്. പക്ഷെ ഇങ്ങനത്തെ സ്റ്റെയർ ചെയ്യുമ്പോൾ ഇതേപോലെ ഡൈനിങ് ഹാൾ ഉണ്ടാകുമ്പോൾ ഇതിന് ഭംഗി കിട്ടും. അതെ ഇടുങ്ങിയ വ്യൂ കിട്ടണം. ഇപ്പൊ ഒരു സാധാരണക്കാരന്റെ ചെറിയ വീട്ടില് ചെറിയൊരു സ്റ്റെയർ, ഇപ്പൊ സാധാരണ നമുക്ക് സ്റ്റെപ്പുകൾ ഉണ്ടാവല്ലോ, 15 സ്റ്റെപ്പ് അല്ലെങ്കിൽ 20-21 സ്റ്റെപ്പ്. അതിനൊക്കെ കുറഞ്ഞ പിന്നെ ഒരു 1.25-1.5 ലക്ഷം രൂപേന്റെ ഉള്ളിൽ മൊത്തത്തിൽ വർക്ക് കഴിയും. വുഡ് ഇട്ട് കൊടുക്കാൻ പറ്റും. വുഡ് ഹാൻഡ് റെയിൽ ഒക്കെ 1.5 ലക്ഷം രൂപ കഴിയുന്ന അതിനും കുറഞ്ഞ ടൈപ്പ് ഉണ്ട്. പിന്നെ ഇപ്പൊ കുറഞ്ഞ ടൈപ്പ് കുറഞ്ഞ ഒരു 1.10 ടൈപ്പ് വരെ ചെയ്ത് കൊടുക്കണ്ടേ? ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിന് ഇത്ര നമുക്ക് നമ്മുടെ വീടിന് അത്ര ആവുന്നില്ല, എല്ലാ ബഡ്ജറ്റിലും ചെയ്യുന്നുണ്ട്. ഞാൻ വേറെ കാര്യം കൂടി പറയട്ടെ. ഇത് സാധാരണ രീതിയിൽ നിങ്ങൾ വീട്ടിൽ ചെയ്യിക്കുകയാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയൽ വർക്ക് ഒരു ടീം ചെയ്യുന്നു, ആശാരിപ്പണികൾ ഒരു ടീം ചെയ്യുന്നു, അങ്ങനെ ഉണ്ടാവാം. ഇത് നമ്മളെല്ലാം ചെയ്യും. മൊത്തം ചെയ്ത് കൊടുക്കും. നേരെ വിളിക്കുക, അതിന്റെ സ്കെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി മൊത്തം നമ്മളായി. അതാണ് ഇതിന്റെ ഒരു പരിപാടി കേട്ടോ. അപ്പൊ വീടുകളിൽ ഇതുപോലുള്ള സ്റ്റെയറുകൾ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ കെർവായിട്ടും അല്ലെങ്കിൽ വേറെ വ്യത്യസ്ത ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കോണ്ടാക്ട് ചെയ്യാം തൈക്കാടൻ സ്റ്റീൽസ്. റഫീഖ് ഭായിനെ മുമ്പേ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് വർഷമായി ഈ മേഖലയുണ്ട്. എത്ര വർഷമായി? 16 വർഷം കഴിഞ്ഞു. 16 വർഷം കഴിഞ്ഞു കേട്ടോ. ഈ ഒരു ഹാൻഡ് റെയിൽ സ്റ്റെയറിൽ പണ്ടുണ്ടായിരുന്ന ചെറിയ സ്റ്റീലിന്റെ അല്ലെങ്കിൽ പൈപ്പ് മുതൽ തുടങ്ങിയതാണ്. ഇപ്പൊ ട്രെൻഡ് മാറി സ്റ്റീലായിരുന്നു മെയിൻ ആയിട്ട്. അതെ, ഇങ്ങനെ കൺവേർട്ട് ആയി ഇപ്പൊ ഗ്ലാസ് ആണ് ശരിക്കും. അപ്പൊ വെറൈറ്റികൾ വേറെ ഉണ്ട് അല്ലേ? ഗ്ലാസ് മാറി തുടങ്ങിയാണ്. വെറൈറ്റികളായി റാഡുകളെ പിന്നെ റോപ്പ് വരുന്നുണ്ട്. ഓക്കെ, വുഡ് എല്ലാത്തിലും വരുന്നുണ്ട് അല്ലെ? വുഡ് മലയാളികൾക്ക് അത്യാവശ്യം. വുഡ് ചെയ്യുന്നുണ്ട്. റോപ്പ് നമുക്കൊന്നും ചെയ്യാനുണ്ടോ? വേറെ സൈറ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ ആൾറെഡി എവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്? ഇപ്പൊ ഒന്ന് പൊന്നാനിയാണ്. ഇപ്പൊ നാളെ കണ്ണൂരാണ്. നമ്മളൊരു 3-4 വർഷമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓൾറെഡി 5 വർഷമായി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എവിടെയൊക്കെ ഇപ്പൊ വർക്ക് ചെയ്തു? ഇപ്പോ കൊല്ലം മുതല് മംഗലാപുരം വരെ, ഹൈദരാബാദ് തമിഴ്നാട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്തു തരും. ടെൻഷൻ വേണ്ട. വർഷങ്ങളായിട്ടുള്ള ഒരു ടീമാണ്. ഒരുപാട് സ്ഥലത്ത് ബ്രാഞ്ചുകളും ഉണ്ട് അല്ലെ തൈക്കാടൻ സ്റ്റീൽസിന്. അപ്പൊ അത് കൂടാതെ വിൻഡോ വർക്കുകൾ വേറെ സൈഡിൽ നടക്കുന്നുണ്ട്, വിൻഡോസും ചെയ്യുന്നുണ്ട്. അപ്പൊ താങ്ക് യു. നമ്മളെ വ്യൂവേഴ്സ് വിളിക്കുകയാണെങ്കിൽ വീണ്ടും പരിഗണിക്കണം. ഓക്കെ, താങ്ക് യു.